ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ತುರ್ಕಿಶ್ ಅದಾನ ಕೋಫ್ತಾರಿ ರೆಸಿಪಿ ಐತಿಕ್ರಿ. ಅದಾನ ಕಬಾಬ್ ನೀವು ಚೆಮ್ಮೆ ತಿಂತಿಕ್ವಾರಿ ತುರ್ಕಿಶ್ ಇದೆ. ಇಲ್ಲಿ ನಾತೆಲ್ಲಿ ಟ್ವಿಸ್ಟ್ ಕೊಡ್ತೊಂಡ್ರೆ ಮೂಡೆ ಹಾಫ್ kg ಹತ್ರ ಬೋನ್ಲೆಸ್ ಮಟನ್ ಎಡ್ತೊಂಡ್ರೆ ಅದಕ್ಕೆ ಒಂದು ಎಗ್ ಆ್ಯಡ್ ಹಾಕ್ಯಂಟಿಲ್ಲೇ ಬೈಂಡಿಂಗ್ ಐತೆ. ഇതിൽ ടേസ്റ്റിಗೆ അക്കോർഡിംഗ് സോൾട്ട് ആഡ് ആക്കിയല്ലോ. ഞങ്ങൾ എപ്പോഴും അതാണ് കബാബ് ആക്കുമ്പോൾ ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി, ഓണിയൻ, ടൊമാറ്റോ, പിന്നെ കൊറിയാൻഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് എല്ലാം ഫൈനായിട്ട് ചോപ്പ് ആക്കിയിട്ട് സ്ക്വീസ് ആക്കിയിട്ട് എക്സ്ട്രാ വാട്ടർ എല്ലാം എടുത്തിട്ട് ആക്കുക. ഇದ್ರ ರೆಸಿಪಿ ನೋಕಾತಂಗೆಂಗೆ ಪ್ಲೀಸ್ പോയിട്ട് നോക്കൂ. ನಾ ಇದು ಕೊರಿಯನ್ ಮಸಾಲೆ ಎಲ್ಲ ಆ್ಯಡ್ ಹಾಕ್ಯಂಡ್ರೆ ಹಾಫ್ ಟೀ ಸ್ಪೂನ್ ಹತ್ತಿರ ಹೋಮ್ ಮೇಡ್ ಗರಂ ಮಸಾಲ, ಹಾಫ್ ಟೀ ಸ್ಪೂನ್ ಹತ್ತಿರ ಚಾಟ್ ಮಸಾಲ, ಹಾಫ್ ಟೀ ಸ್ಪೂನ್ ಹತ್ತಿರ ಜಿಂಜರ್ ಪೌಡರ್, ಡ್ರೈ ಜಿಂಜರ್ ಪೌಡರ್ ಆ್ಯಡ್ ಹಾಕ್ಯನು. ಹಾಫ್ ಟೀ ಸ್ಪೂನ್ കാണാൻ തെല്ല് യാര ഓണിയനും ഗാർലിക് പൗഡർ ആഡ് ആക്കിയಲ್ವಾ. ഹാഫ് ടീ സ്പൂൺ കാണാൻ തെല്ല് കുറതി ഞങ്ങൾ ടേർമറിക് പൗഡർ ആഡ് ആക്കിയിട്ടുള്ള. പിന്നെ ഹാഫ് ടീ സ്പൂൺ ಹತ್ತಿರ റോസ്റ്റഡ് ജീര പൗഡർ ഞങ്ങൾ ഇവിടെ ಆ್ಯಡ್ ಹಾಕ್ಯಂಟಿಲ್ಲ. ಹಾಫ್ ಲೆಮನ್ ಜ್ಯೂಸ್ ഞങ്ങൾ ഇവിടെ ಸ್ಕ್ವೀಸ್ ಹಾಕಿತ್ತು ಎಡ್ತೊಳ್ಳೋಣ. ವೆಟ್ ಇಂಗ್ರೀಡಿಯೆಂಟ್ಸ್ಲಿ ನಾನು ಕೊರಿಯಾಂಡರ್ ಲೀವ್ಸನ್ನ ಫೈನ್ ಐತೆ ಚಾಪ್ ಹಾಕಿ ಆ್ಯಡ್ ಹಾಕ್ಯಂಡ್ರೆ ಮೀಟ್ರ್ ನಂಗೆ ಬೋನ್ಲೆಸ್ ಮೀಟ್ರ್ ನಂಗೆ നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തോളൂ. മിക്സിയുടെ ജാറിലില്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് പ്രൊസസ്സർ ഇല്ലെങ്കിൽ അതിൽ കൂടി ഞാൻ 1 ടീസ്പൂൺ അത്ര റോസ്റ്റഡ് കസൂരി മേത്തിയുടെ ആഡ് ആക്കിക്കൊണ്ട് ക്രഷ് ആക്കിയിട്ട് പിന്നെ 2 മീഡിയം സൈസിൽ പൊട്ടാറ്റോടെ ഇങ്ങനെ ബോയിൽ ആക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ആഡ് ആക്കിയുള്ളൂ. ആഡ് ആക്കിയാൽ പിന്നെ ഞാൻ ഇതിൽ മീറ്ററെ ಹೆಲ್ಪಲ್ಲಿ ನಾನು ಕೈಲಿങ്ങനെ ಸ್ಮ್ಯಾಶ್ ಹಾಕಿ എടുക്കರೆ ചൊമ്മೆ ಬೆಚ್ಚ പൊട്ടാറ്റോ. ಸೊ ಮೀಟ್ ನಂಗೆ ಫೈನ್ ಐತೆ ಅದ್ರೆ ಮೀನ್ಸ್ ಹಾಕಿ ಇಡ್ತೊಂಡ್ರಲ್ಲಿ ಫೈನ್ ಐತೆ ಕೀ ಮತ್ತೆ ಬಲ ಹಾಕಿ ಇಡ್ತೊಂಡ್ರಲ್ಲಿ ಅದ್ರ ಹೆಲ್ಪ್ನ ನಾವು ಇങ്ങനെ ಫೈನ್ ಐತೆ ಮಿಕ್ಸ್ ಹಾಕಿದ್ದೆಲ್ಲ പൊട്ടാറ്റോരെല്ലാം നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുത്തോളൂ. ഇതെല്ലാം നല്ല മിക്സ് ആക്കിയാൽ പിന്നെ ചെറിയ ചെറിയ മീഡിയം സൈസിൽ ബോൾ ആക്കിയിട്ട് ഞങ്ങൾ കബാബ് ഷേപ്പ് കൊടുത്തോളൂ. ഞങ്ങൾ ഈ കോഫ്താക്ക് കൊടുക്കറല്ലേ ഇങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം, ഇങ്ങനെ കബാബ് ഷേപ്പും കൊടുക്കാം. ഞാൻ 2 ടൈപ്പിൽ നിങ്ങൾക്ക് ആക്കി കാട്ടുറേ. ಸೊ ಸೇಮ್ ഇതേപോലെ എല്ലാத்தையும் ഞങ്ങൾ ആക്കിയിട്ട് എടുത്തോളൂ. ഇതുപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തോണ്ടേ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ 15 ഡേയ്സ്ക്കോ 1 വീക്ക് ഫ്രീസ് ആക്കിയിട്ട് വയ്ക്കാം സിപ്പ് ലോക്ക് ബാഗിൽ. പിന്നെ അതിൽ എക്സ്ട്രാ ഇങ്ങനത്തെ ഫാറ്റും ചർബിയെല്ലാം ഇല്ലെങ്കിൽ എടുത്തോളൂ. ഞങ്ങൾ മിക്സർ ഗ്രൈൻഡിലേ ഇത് ബ്ലെൻഡ് ആവാത്തത് ഞങ്ങൾ ഭയത്തിലും അത് ബ്ലെൻഡ് ആവില്ല, ഡൈജഷൻ ആവില്ല, അതിലെല്ലാം റിമൂവ് ആക്കിയാലും. സോ സെയിം അതേപോലെ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ആക്കിയിട്ട് ബസ് എക്സ്ട്രാ ഞാനിവിടെ 1 ചെറിയ കപ്പ് അത്ര ബ്രെഡ് ക്രംസ് ആഡ് ആക്കിയോണ്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് സ്മൂത്ത് ആക്കിയിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തോണ്ട് ചുമ്മാ തിന്നെന്തില്ല അದ್ರ പേസ്റ്റ് നല്ല തിക്കായിട്ടുണ്ട് അದ್ರ സൈഡിൽ ഇങ്ങനെ ഇട്ട് വെച്ച് വിടുക. പിന്നെ ഒരു എടുത്ത് നിങ്ങൾ ഓയിൽ ആഡ് ആക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും ഫിഷ് ആവട്ടെ ചിക്കൻ ഫ്രൈ ആവട്ടെ എന്തും ഫ്രൈ ഐറ്റംസ് ആക്കി ഓയിലിൽ ഫസ്റ്റ് കറിക്കും എല്ലാത്തിലും യൂസ് ആക്കിയിട്ട് അದ್ರ ഫിനിഷ് ആക്കിയോണ്ട് എന്ത് ചെമ്മീൻ എന്തും ഫ്രൈ ആക്കിയ ഓയിൽസ് എല്ലാം ചെമ്മ ടൈം ബൈക്കോകുತ್ತೀರಾ ಅದ್ರ ಫಿನಿಶ್ ಹಾಕಿ ಬಿಡೋನು. പിന്നെ ഫ്രഷ് ആയിട്ട് റീയൂസ് ആക്കുകയും വേറെ ഓയിലിൽ ഞങ്ങൾ യൂസ് ആക്കിയാലും. ഇവിടെ ഞാൻ ഓയിലിൽ 2 ലാർജ് സൈസിൽ ഓണിയൻ്റെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് ആഡ് ആക്കിയോണ്ട് ടേസ്റ്റിಗೆ അക്കോർഡിംഗ് സോൾട്ട് ആഡ് ആക്കിയിട്ട് ഇതിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവടത്തോളം ഞങ്ങൾ ഇതിൽ ഫ്രൈ ആവുകയും വെച്ച് കൊടുക്കണം. ഒരു 5 to 6 മിനിറ്റ്സ് ഞാൻ സോട്ടെ ആക്കിയോണ്ട് പിന്നെ നേരം മുച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുകയും വെച്ച് വിട്ടെ. കൂടെ ഞാൻ 3 മീഡിയം സൈസിൽ ടൊമാറ്റോ എടുത്തോണ്ട് 8 to 10 ഗ്രീൻ ചില്ലിയും കൊറിയ ബഞ്ച് ഓഫ് കൊറിയാൻഡർ ലീവ്സ് ആഡ് ആക്കിയിട്ട് സ്മൂത്ത് ആക്കിയിട്ട് ഞങ്ങൾ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തോളൂ. ഞങ്ങൾ എക്സ്ട്രാ വാട്ടർ എന്തോ ആഡ് ആക്കിയിട്ടില്ല. ടൊമാറ്റോയിൽ വാട്ടർ ബണ്ടൽ അത് മാത്രമാണ് ആഡ് ആക്കിയോണ്ട്. ഇവിടെ എത്രത്തോളം ഞങ്ങൾ ഓണിയനും ഫുള്ള് നല്ല ഗോൾഡൻ കളറായിട്ട് റെഡി ആയിട്ട് ഇതിക്കിപ്പം ഞങ്ങൾ ഫൈനായിട്ട് ബ്ലെൻഡാക്കി വെച്ച് മസാല ഉണ്ടല്ലേ അതിൽ ആഡ് ആക്കിയാണ്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഡിലീഷ്യസ് ആയിട്ട് റെഡി ആവും. ഞങ്ങൾക്ക് ചുമ്മാ ടൈം എടുക്കില്ല ഇങ്ങനത്തെ റെസിപ്പീസ് എല്ലാം ആക്കുക. ദാവത്തിലും നിങ്ങളെ ഒത്തിരി ഫങ്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ ആരത്തെ ഞങ്ങൾ ഈദിലെല്ലാം ആക്കും ഇറച്ചിരി കറി കോൾഡ് കറി. അപ്പോൾ അത് കാണാൻ തെല്ല് ട്വിസ്റ്റ് കൊടുക്കുകയായിട്ട് തെല്ല് ഡിഫറെൻ്റ് ആയിട്ട് ആക്കുകയായിട്ട് ഇങ്ങനത്തെ കോഫ്ത കറിയെല്ലാം റെഡി ആക്കിയെങ്കിൽ അവത്തിൽ പണ്ട് ഗസ്റ്റിലും എല്ലാം നല്ല
ಖುಷಿ ಅವರು ತಿನ್ನೋಕು പിന്നെ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റും കിട്ടും. കൂടെ ഞാൻ ഹാഫ് ടീസ്പൂൺ അത്ര ഹോം മെയ്ഡ് ഗരം മസാലയും ഹാഫ് ടീസ്പൂൺ അത്ര ടർമറിക് പൗഡർ ആഡ് ആക്കിയിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് 4 to 5 minutes ഞാൻ കുക്ക് ആക്കിയിട്ട് എടുത്തോണ്ടേ. അതിൽ പിന്നെ 1 കപ്പ് അത്ര തിക്ക് കേർഡ് ഉണ്ടല്ലേ അതിൽ ഞങ്ങൾ ആഡ് ആക്കിയിട്ടുള്ള നിങ്ങളൊട്ടുക്ക് തിക്ക് കേർഡ് ഇല്ലെങ്കിൽ നോർമൽ കേർഡും ആഡ് ആക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫുള്ള് ഞാൻ കുക്കിംഗ് ആക്കിയിട്ടുള്ള നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തോളൂ. ലംസ് ഇല്ലാത്ത പോലെ നിങ്ങൾ ഇല്ലെങ്കിൽ മിക്സിയിൽ ചാറിയിട്ടിട്ട് സ്മൂത്ത് ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടും ആഡ് ആക്കുക. ഞാൻ ഇവിടെ മുച്ചി വെച്ചിട്ട് 5 to 6 minutes കുക്ക് ആക്കിയിട്ട് എടുത്തോണ്ട്. അപ്പോൾ അതിൽ ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ബണ്ട് ഓയിലെല്ലാം സെപ്പറേറ്റ് ആയിൽ പിന്നെ ഞങ്ങൾ എന്തും ആഡ് ആക്കുക ഇല്ലെങ്കിൽ ആഡ് ആക്കിയാലൊന്നും ഇതിലിപ്പം ഞാൻ നല്ല വെച്ചാക്കി വെച്ച് തണ്ണീര് ആഡ് ആക്കിയിട്ടുള്ള 1.5 glass അത്ര തണ്ണീര് ആഡ് ആക്കിയിട്ടുള്ള. നിങ്ങൾക്ക് എത്ര തിക്ക് ഗ്രേവി വേണം അതിന് അക്കോർഡിംഗ് ആഡ് ആക്കുക. നിങ്ങളുടെ കയ്യിൽ ബൈ മിസ്റ്റേക്ക് തണ്ണി ആറാ പോയെങ്കിൽ തെല്ല് കോൺഫ്ലോർ പൗഡർ മിക്സ് ആക്കിയിട്ട് തണ്ണിಗೆ ಬೆಚ್ಚ തണ്ണിಗೆ മിക്സ് ആക്കിയിട്ട് ആഡ് ആക്കിയാലൊരു ഗ്രേവി തിന്നായിട്ടല്ലേ അങ്ങനെ എന്തോ അറിയാക്കണ്ട. മുച്ചിട്ട് ഞങ്ങൾ 5 to 6 minutes പാടെ ഞങ്ങൾ കുക്കാക്കി എടുത്തോളൂ. ഓയിലെല്ലാം മേൽ ಬಂದೆತೋರು. ഞങ്ങളുടെ കോഫ്ത കറിയിൽ ഓയിലെല്ലാം മേൽ ಬಂದರೆ 1 മീഡിയം സൈസിൽ പൊട്ടാറ്റോരെ ഞാൻ 4 ചോപ്സിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തോണ്ടേ അതിൽ ഇപ്പം ആഡ് ആക്കിയോളുക. ഞങ്ങൾ ഇപ്പം ഒരു സൈഡിൽ ഞാൻ ആക്കി വെച്ചു കബാബ് കട്ട്ലേറ്റ് കാഴ്ചോണ്ടുള്ള ഈവനിങ് ഞങ്ങൾ നോമ്പ് ഇഫ്താർക്ക് ടൈം കഴിത്ത് പിന്നെ ഒരു സൈഡിൽ ഗ്രേവി ആക്കിയിട്ടുള്ള. ഇപ്പം ഞങ്ങളുടെ ഗ്രേവി റെഡി ആയിട്ട് മുച്ചിട്ട് വെച്ച് പുടുന്നു. ഒരു ബൗളിൽ ഞാൻ തെല്ല് തണ്ണി എടുത്തോണ്ട് കൈ തെല്ല് ഫിംഗേഴ്സ് എല്ലാം അതിൽ ഡിപ്പാക്കിയിട്ട് ഞങ്ങൾ ബ്ലെൻഡാക്കി വെച്ചിരല് കോഫ്തത്തെ ബാറ്റർ അതിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തെല്ല് പ്രസ്സാക്കിയിട്ട് ഞാനിങ്ങനെ ഓയിലിൽ ഇട്ടോണ്ടുള്ളേ. സെയിം ഞങ്ങൾ കോഫ്ത എങ്ങനെയാക്കറ അതേപോലെ ആക്കിയിട്ട് എല്ലാം എടുത്തോളൂ. ചെമ്മയിൽ വലിയ സൈസിൽ വെക്കണ്ട എന്ന് ചെന്നെങ്കിൽ ഞങ്ങൾ മീറ്റ് റൗണ്ടല്ലേ ഉൾക്കത്തുള്ള ഉപയോഗമായിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തോളുക. എല്ലാ ബോൾസും ഞാനിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തോണ്ട് ഗോൾഡൻ കളർ ആവടത്തോളം. 1 സൈഡ് ഗോൾഡൻ കളർ ആയാൽ പിന്നെ ടേൺ ആക്കിയിട്ട് ಇನ್ನೊരു സൈഡും കുക്ക് ആക്കിയിട്ട് എടുത്തോളുക. ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ മട്ടൺ തിന്നാത്തങ്ങ ഇന്നെങ്കിൽ ചിക്കനിലും പ്രിപ്പയർ ആക്കിയിട്ട് എടുക്കുക. 2 സൈഡും ഗോൾഡൻ കളർ പണ്ടത്തോളം ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ പിന്നെ ഇതിൽ റിമൂവ് ആക്കണം. നല്ല ഉൾക്കത്തോളം സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് കുക്ക് ആവടത്തോളം ഞങ്ങൾ വേക്കണം. നല്ല ഇങ്ങനെ ഗോൾഡൻ കളർ ആയിട്ട് റെഡി ആയിട്ട് തുർക്കിഷ് അദാന കോഫ്ത നല്ല ഗോൾഡൻ കളർ പോലെയായിട്ട് പ്രിപ്പയർ ആയിട്ട് ഉൾക്കത്തുള്ള കുക്കായടാ ഇല്ലേട്ട് നോക്കുക. നിങ്ങൾ നൈഫ് ഇല്ലെങ്കിൽ ഫോക്കിൽ കുത്തിയിട്ട് നോക്കാം. ഇല്ലെങ്കിൽ ഒരു സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് അതിൽ 2 പീസ് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് നോക്കാം. അപ്പം ഈസി ആയിട്ട് ഇങ്ങനെ ഉൾക്കത്തുള്ള പോയെങ്കിൽ കട്ടായെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട്. ഇപ്പം ഞങ്ങൾ ഗ്രേവിക്ക് ഞാൻ 1 tablespoon അത്ര റോസ്റ്റഡ് കസ്തൂരി മേത്തിയിൽ ക്രഷ് ആക്കിയിട്ട് ആഡ് ആക്കിയിട്ടുള്ള. ഞങ്ങൾ കോഫ്ത ഗ്രേവിയിൽ നല്ല സ്മെൽ കൊടുക്കുകയായിട്ട് ഇതിലെല്ലാം നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് 5 minutes ഞങ്ങൾ മുച്ചിട്ട് വെച്ച് വിടണം. എല്ലാവരും മുച്ചിട്ട് വെച്ചിട്ടാകുമ്പോഴത്തേക്ക് എല്ലാ ഫ്ലേവറും കോഫ്തത്തെ ഉൾക്കത്തുള്ള പോണ്ടു പിന്നെ സോഫ്റ്റും ജ്യൂസി ആയ നിങ്ങൾ കോഫ്ത തിന്നോക്ക് കിട്ടും. സോ ഞാനിവിടെ 5 minutes മുച്ചി വയ്ക്കറേ. അതിൽ പിന്നെ ഞാനിക്ക് കാട്ടുറേ. ആഫ്റ്റർ 5 minutes ഞാൻ ഇഫ്താർ ടൈമിൽ ഇതിൽ സർവിങ് ആക്കി തിന്നെ നല്ല വെച്ചായി അതാണ് കോഫ്ത ഞങ്ങൾ തുർക്കിഷ് സ്റ്റൈലിൽ റെഡി ആയിട്ട് തെല്ല് ഡിഫറെൻറ്റ് ട്വിസ്റ്റ് കൊടുത്തോണ്ട് ഞാൻ പോരാട്ടത്തു സെർവ് ആക്കിയോണ്ട് സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് പ്രിപ്പയർ ആയിട്ട് ഉൾക്കത്തോളം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് എൻ്റെ മോൻക്കും നല്ല ഇഷ്ടമായ ഒരു റെസിപ്പി ആയിട്ട് ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പി എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പെരുന്നാൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് തെല്ല് കോഫ്ത കറി ആക്കിയിട്ട് ഈ ടൈപ്പിലെല്ലാം ആക്കി നോക്കിയിട്ട് കൊടുക്കുള്ളൂ. നിങ്ങൾ അവർക്ക് വന്നു ഗസ്റ്റിൽ നല്ലൊരു ഇംപ്രസ് ആക്കുള്ളൂ. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ആക്കുക മറക്കണ്ട, ഷെയർ ആക്കുക മറക്കണ്ട, സബ്സ്ക്രൈബ് ആക്കാത്തന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുള്ളൂ, ലൈക്ക് ആക്കുള്ളൂ, കമൻറ്റ് ആക്കുക മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.